ഈ വീഡിയോയിൽ നമുക്ക് സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ ചങ്ങനാശ്ശേരി ട്യൂണിൽ അത്യുന്നതമാം സ്വർലോകത്തിൽ എന്നുള്ള ഗീതം ആലപിക്കുന്നതിൻ്റെ കോഡ്സും അതിൻ്റെ മ്യൂസിക്കും ഒക്കെ നമുക്കൊന്ന് പഠിച്ചു പോകാം. അതിനു മുൻപ് ഈ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്ന അന്നാ പെസഹ തിരുനാളിൽ എന്നുള്ള പാട്ടിൻ്റെ മ്യൂസിക്, അതിൻ്റെ കൂടെ ഞാൻ കോഡ്സ് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ നോട്ട്സിൽ നോക്കിക്കേ, നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് അതിൻ്റെ കോഡ്സ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത കോഡ്സിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ എങ്കിലും കേൾക്കാൻ ഭംഗിയുള്ള കോഡ്സ് തന്നെയാണ്. അപ്പോൾ ആ കോഡ്സ് വെച്ചിട്ട് അന്നാ പെസഹ ഞാൻ ജസ്റ്റ് അതൊന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് അതിനാം എന്നുള്ള പാട്ടിലേക്ക് വരാം. അത് 4/4 എന്ന് അതിൻ്റെ ടൈമിങ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ടൈമിങ് നമ്മളവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതനുസരിച്ച് ആ പെർസെൻറ്റേജ് പോലെയുള്ള ഒരു സിമ്പൽ ഇല്ലേ, ഡി കഴിഞ്ഞിട്ട് പെർസെൻറ്റേജ് പോലെ സിമ്പിൾ ഇട്ടിരിക്കുന്ന ഡി റിപ്പീറ്റ് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഡി എന്നല്ല, ഏത് കോഡാണെങ്കിലും അതിന് ശേഷം ഈ പെർസെൻറ്റേജ് പോലുള്ള സിമ്പിൾ വന്നാൽ അത് റിപ്പീറ്റ് ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഓരോ ബാറിനുള്ളിലും വരുന്ന കോഡ്സിനെ 1 2 3 4 എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൻ്റെ അകത്ത് നമുക്ക് ഡി എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 2 3 4 അത്രയും കൗണ്ടാണ് അതിൽ വരുന്നത്. പിന്നെ ഒരു ബാറിനുള്ളിൽ 2 കോഡ്സ് നമ്മൾ കാണുകയാണെങ്കിൽ ഈ 4/4 എന്ന ടൈറ്റിലിൽ നോട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈം സിഗ്നേച്ചറിൽ ഉള്ള പാട്ടുകൾക്ക്, അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന കോഡ്സിൽ ഒരു സെക്ഷൻ്റെ അകത്ത് 2 കോഡ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിൽ അനുരഞ്ജിതരായി തീർന്നിടാം എന്നുള്ള സെക്ഷൻ വരുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ബാറിൽ കണ്ടോ ജിയും ഡിയും ഒരുമിച്ച് വരുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ ബാറിൽ ഡിയും ബി മൈനറും വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ബാർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാറിൽ ഒരു ലെറ്റർ മാത്രമാണെങ്കിൽ, ഇപ്പോൾ ഡി മാത്രമാണെങ്കിൽ 1 2 3 4 എന്ന് പ്ലേ ചെയ്യുക. 2 ബാർ ഉണ്ടെങ്കിൽ ഈക്വലായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക, 4 വരെ കൗണ്ട് ചെയ്യാതെ 1 2. ഇപ്പോൾ ജിയും ഡിയും കൂടെ രണ്ടാമത്തെ ബാറിൽ അവിടെ വന്നിരിക്കുന്നു, അവിടെ നമ്മൾ ചെയ്യുമ്പോൾ 1 2 ജി മേജർ വായിക്കുക, 3 4 ഡി മേജറും വായിക്കുക. അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കേട്ടോ. അപ്പോൾ ഈ കോഡ്സിൽ അന്നാ പെസഹ തിരുനാളിൻ്റെ ഈ കോഡ്സിൽ ജസ്റ്റ് ഒന്ന് പാക്കപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അത്യുന്നതം എന്നുള്ള പാട്ടിലേക്ക് വരാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നിടാം ഒരു ഇങ്ങനെയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ കോഡ്സ് നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഈ കോഡ്സ് ഒന്ന് നിങ്ങളുടെ ബുക്കിലേക്ക് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നോക്കി അതിൻ്റെ മ്യൂസിക്, ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കും BGM പഠിക്കുക. എന്നിട്ട് ഈ കോഡ്സ് നോക്കി പാട്ടിൻ്റെ സമയത്ത് വായിക്കുക. അങ്ങനെ ചെയ്യണേ. അതുപോലെ അനുരഞ്ജിതരായിക്കാണെങ്കിലും വരുന്ന കോഡ്സ് നമ്മൾ ഈ സ്ക്രീനിൽ നോക്കുക. അനുരഞ്ജിതരായി തീർന്നിടാം അവമൊരു പീഠമൊരുക്കിടാം, അനുരഞ്ജിതരായി തീർന്നിടാം അവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അങ്ങനെ വരും ആ കോഡ്സ് വായിച്ച് വരുമ്പോൾ. ഇപ്പം ഇത് ഞാനിത് എന്താ പറയുന്നത്, അർപ്പാജിയേറ്റഡ് കോഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ബ്രോക്കൺ കോഡ്സ് ആയിട്ടാണ് ഞാൻ വായിച്ചത്. അത് നിങ്ങൾ ഒറ്റയ്ക്ക് വായിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പ്ലേ മാത്രമാണെങ്കിൽ, അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ 1-2 പേര് കമൻസിൽ അതിൻ്റെ നോട്ട്സ് ചോദിച്ചത് കൊണ്ട് ഞാനത് നോട്ട്സ് എഴുതി, കോഡ്സ് എഴുതി അങ്ങനെ അറേഞ്ച് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് അത്യുന്നതം എന്നുള്ള പാട്ടിലേക്ക് വരാം. അത്യുന്നതം എന്നുള്ള പാട്ടിലേക്ക് വരുമ്പോൾ അതും ഡി മേജറിന് തന്നെയാണ്. അത് സാധാരണ നമ്മുടെ പള്ളികളിലൊക്കെ വായിക്കാറുള്ളത്. ചിലപ്പോൾ അതിന് ഋതം ക്യാൻസൽ ചെയ്യും, ഋതം ഇല്ലാതെ കോഡ്സ് മാത്രം ബാക്കപ്പ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ആ ഋതത്തിൻ്റെ കൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പാടാൻ പറ്റിയെന്ന് വരത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് നമുക്ക് അർത്ഥമില്ലാതെ കോഡ്സ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പോൾ കാണുന്ന കോഡ്സാണ് നമ്മൾ ആ പാട്ടിന് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷനും ബാക്കിയുള്ള ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പറഞ്ഞ് ഓരോ സെക്ഷനായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ അത് പഠിച്ചോണേ, നോക്കി പഠിക്കണം കേട്ടോ.
ആദ്യത്തെ മ്യൂസിക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യുന്നതമാം ആ പാടുന്നില്ലേ, ആ ലൈൻ തന്നെ വായിച്ചു തന്നാൽ മതി, വായിച്ചു കൊടുത്താൽ മതി. കണ്ടോ, അത്യുന്നതമാം ആ പാടുന്ന ആ സെയിം ട്യൂണ് കീബോർഡിൽ ഒന്ന് വായിച്ചിട്ട് കോഡ്സ് ബാക്കപ്പ് ചെയ്താൽ മതി. അത് ഇൻട്രൊഡക്ഷൻ. അത് നോക്കി പഠിക്കുക. ഒന്നുകൂടെ നോക്കിക്കോ, സ്ക്രീനിലേക്ക് നോക്കി കണ്ടോണേ. അത്രയും വായിച്ചിട്ട് ആ ഡി മേജർ കോഡ് അപ്ലൈ ചെയ്യുക. അങ്ങനെ വരുന്നു. അവസാനത്തെ ആ സ്തുതിഗീതം ഉണ്ടല്ലോ, അവിടെ 3 കോഡാണ്. അത് ബ്രോക്കൺ ആയിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിൽ സ്തുതിഗീതം കേട്ടോ, അത് ഭംഗിയായിട്ട് വരും അങ്ങനെ കൊടുക്കുമ്പോൾ. ഇനി ഫസ്റ്റ് BGM വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി, എയിൽ ആരംഭിക്കും. അതാണ് ഫസ്റ്റ് BGM. എന്നിട്ട് ഭൂമിയിലെങ്ങും ഡി മേജർ കൊടുക്കുന്നു. ഭൂമിയിലെങ്ങും മർത്യനുശാന്തി സെക്കൻഡ് BGM ഇതാണ്. കണ്ടോ, എന്നിട്ട് അടുത്ത രണ്ടാമത്തെ അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ BGM അങ്ങനെ. അതായത് നമ്മൾ ആ സ്തുതിഗീതം എന്ന് പാടിയില്ലേ, ആ സെയിം ട്യൂണ് വായിച്ചു കൊടുക്കുക. ബാക്കി ഭൂമിയിലെങ്ങും ഭൂമിയിലെങ്ങും മർത്യനുശാന്തി പ്രത്യാശയുമെന്നേ. ഫോർത്ത് BGM കണ്ടോ, ഒന്നുകൂടെ വായിച്ചു തരാം, കണ്ടോണേ. കണ്ടോ, എന്നിട്ട് സ്വർലോകത്തിൽ സർവേശ്വരനു സ്തുതിഗീതം. വീണ്ടും ആ സെയിം മ്യൂസിക്, ഏതാ നാലാമത്തെ ആ സെയിം മ്യൂസിക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണേ. അങ്ങനെ വായിച്ചിട്ട് ഭൂമിയിലെങ്ങും മർത്യനുശാന്തി പ്രത്യാശയും എന്നേക്കും. അപ്പോൾ ഈ കോഡ്സ് വെച്ചിട്ട് വായിച്ചു നോക്കണം, പഠിക്കണേ. ഈസി അല്ലേ, വളരെ സിമ്പിളാണ്. പഠിച്ച് പള്ളിയിലൊക്കെ വായിക്കണം.